ഗർഭിണിയായി കഴിഞ്ഞാൽ 2 പേർക്കുള്ള ഫുഡ് കഴിക്കണം. നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചെന്ന് പറയുന്ന ഒരു പാരസൈറ്റാണ്. മോളെ, നീ ഗർഭിണിയാണ്, ഇങ്ങനൊന്നും കഴിച്ചാൽ പോരാ, 2 പേർക്കുള്ള ഭക്ഷണം നീ കഴിക്കണം, നിന്റെ വയറ്റിലൊരു കൊച്ചു വളരുന്നുണ്ട്, അതിനെ നീ മറക്കാവോ? ഒരു പെങ്കൊച്ച് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ആ പെങ്കൊച്ചിന്റെ ജീവിതത്തിൽ അവൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഒരു പെങ്കൊച്ച് ഗർഭിണിയാവുമ്പോൾ ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഫേസാണ്. ആ പെൺകുട്ടി ഇതുവരെ അനുഭവിക്കാത്ത കുറേ ഹോർമോണൽ ഇംബാലൻസും കുറേ ഹോർമോണൽ ചേഞ്ചസും ആൻഡ് അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവിടെ നടക്കുവാണ്. ആ പെൺകുട്ടി ചിലപ്പോൾ ഒരു മദർഹുഡിനെ പറ്റിയൊക്കെ ആലോചിക്കുന്ന പോലും ഉണ്ടായിരിക്കത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഷീ റിയലൈസിങ് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ബി എ മദർ. ആ റിയാലിറ്റി ഒന്ന് ആ കുട്ടി അക്കസ്റ്റം ചെയ്യാൻ തന്നെ കുറേ സമയമെടുക്കും. ആ പെൺകുട്ടിയെ സംബന്ധിച്ചോളം ആ 3 മാസം ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ സമയമാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സമയമാണ്. അതിൻ്റെ ഇടയ്ക്കോ ഈ ഹോർമോൺ ചേഞ്ച് മൂലം ഓക്കാനം വരും, ഛർദിൽ വരും, എപ്പോഴും ഛർദ്ദിക്കാൻ പോകുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. ആ കൊച്ച് നല്ല വിധത്തിലാവണമെന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ആരാ? ആ കൊച്ചിൻ്റെ അമ്മ തന്നെ. അപ്പോൾ നമ്മൾ അവരെ പരിപോഷിപ്പിക്കാൻ നിൽക്കുകയാണോ അതോ ആ ലേഡിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അതുകൊണ്ട് ബി റിയലിസ്റ്റിക്. അവരെ നമ്മളിങ്ങനെ ഒരു പ്രാരാബ്ധത്തിലൂടെ തള്ളിവിടാതെ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുക.